വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിടെ ശ്രദ്ധിക്കണം, എന്താണ് നാം വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. മഹത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമായിട്ടുള്ളൊരു മഹത്വമുണ്ട്. ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുക. മാർത്തോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, വിശ്വസിക്കാനൊക്കുന്ന സാഹചര്യങ്ങളല്ല. ചുമ്മാ കയറി ഞാൻ വിശ്വസിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാവർക്കും പറയാം. കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ചീഞ്ഞ് നാറി 4 ദിവസമായ വിഷയമാണ്. കല്ല് മാറ്റാൻ പറയുമ്പോൾ തന്നെ പറയുകയാണ്, ഇപ്പോൾ തന്നെ നാറ്റം വെച്ച് തുടങ്ങി. ഹല്ലേലൂയ, ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ വിഷയം പരാജയമാണ്. ദർ ഈസ് നോ ലോങ്ങർ എനി ഹോപ്പ്. അതിൻ്റെ നടുവിൽ കർത്താവ് ചോദിക്കുകയാണ്, ഈ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഐ ആം ഏബിൾ. അങ്ങനാണെങ്കിൽ നീ മഹത്വം കാണാൻ പോയി. എന്തോ മഹത്വം എന്നറിയോ? ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്ത, ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവി കേൾക്കാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോവുകയാണ്. ആ പ്രവൃത്തിയാണ് കഴിഞ്ഞു തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഞാൻ നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞു. ഈ ദീനം മരണത്തിനല്ല, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനാണ്. ഇത് മരണത്തിനല്ല. അതുകൊണ്ട് ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ പോവാം. ഞാൻ വിഷയത്തെ ഉയർപ്പിച്ചു തരാൻ പോവാം. വേറെ ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്ന വചനമുണ്ടല്ലോ, വാക്കുണ്ടല്ലോ, ഞാൻ അവനെ വിളിക്കാൻ പോവാം. അത് നീ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വമാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, വിശ്വസിക്കുക എന്ന് പറയുന്ന സാഹചര്യം അനുകൂലമായിരിക്കുമ്പോഴല്ല വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. മഹത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും വിശ്വസിക്കാൻ തയ്യാറായിക്കൂ. അത്ഭുതങ്ങൾ ദൈവം ചെയ്ത അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ.